നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. രാവിലെ കസ്റ്റഡിയിലെടുത്ത ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകിട്ട്. ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. നാദിർഷയും പോലീസ് കസ്റ്റഡിയിൽ. വർഗീയ പരാമർശം നടത്തിയ ടി.പി. സെൻകുമാറിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. നിയമ നടപടിയെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്ന് CPIM. സെൻകുമാർ അധികാരമോഹിയായ അവസരവാദിയെന്ന് കോൺഗ്രസ്. സെൻകുമാറിന് BJPയിലേക്ക് ക്ഷണം. GSTയെ ചൊല്ലി കോഴിക്കച്ചവടക്കാരും വ്യാപാരികളും സമരത്തിൽ. ഇന്നു മുതൽ കോഴിവില കുറയ്ക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പായില്ല. സർക്കാർ സ്ഥാപനമായ കെപ്കോയിലും വില കുറഞ്ഞില്ല. വ്യാപാരികളുടെ കടയടപ്പ് സമരം നാളെ. പെട്രോൾ പമ്പുകളും നാളെ അടച്ചിടും. നടിയെ ആക്രമിച്ച കേസിൽ വിശദാംശങ്ങളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിരുന്നു. വൈകുന്നേരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്ന് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ, സുഹൃത്ത്, സിനിമാ സംവിധായകൻ കൂടിയായ നാദിർഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഇപ്പോഴും വിവരമില്ല. ഏതായാലും കേരളത്തിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായ ഒരു കേസിൽ ഏറ്റവും പ്രമുഖനായ ഉന്നതസ്ഥാനീയനായ ഒരാളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദിലീപ് മലയാള സിനിമയിലെ സൂപ്പർ താരം. അദ്ദേഹം ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നടത്തിയിരിക്കുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ഓഫീസ് വൈകുന്നേരം 7 മണിക്ക് ഈ അറസ്റ്റ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഷൈജു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നിന്നും തത്സമയം. ഷൈജു, എന്താണ് ഇപ്പോൾ നൽകാനുള്ള വിവരം? ഏതൊക്കെ വകുപ്പുകൾ ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട്? എപ്പോഴാണ് മജിസ്ട്രേറ്റിന് മുൻപ് അദ്ദേഹത്തെ ഹാജരാക്കുക? നാദിർഷയുടെ അറസ്റ്റ്, കസ്റ്റഡി, ഈ കാര്യത്തിലുള്ള വ്യക്തത എന്താണ്? നിഷാദ് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ രാവിലെ അതിവിദഗ്ധമായി ഇന്ന് ദിലീപിനെ, അതായത് അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തിൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. ഇത് രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ, അതായത് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന പൾസർ സുനിയിൽ നിന്നും ലഭിച്ച ചില വിവരങ്ങളുടെയും മറ്റ് നേരത്തെ ദിലീപിൽ നിന്നെടുത്ത മൊഴികളിൽ ഉണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുള്ള വിശദമായ ചില ചോദ്യം ചെയ്യലുകൾ നടന്നിരുന്നു. അതിനുശേഷം തെളിവ്, അതായത് ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് എന്ന കാര്യം ദിലീപിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം 7 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി 7:15 ആലുവ പോലീസ് ക്ലബിൽ വലിയ പോലീസ് കാവലിൽ എത്തിച്ചു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 120B ക്രിമിനൽ ഗൂഢാലോചന എന്ന കുറ്റമാണ് ഇപ്പോൾ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പൾസർ സുനിക്ക് നേരെ ചുമത്തിയിരിക്കുന്ന കുറ്റവുമായി ഇത് നിലനിൽക്കും എന്ന് തന്നെയാണ്. അതായത് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റം ആണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായ മറ്റ് നടപടികൾ എന്നത് ഇദ്ദേഹത്തെ കോടതിയിലോ ഈ വൈകിയ വേളയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലോ ഹാജരാക്കുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ദിലീപിനെ ഹാജരാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്കമാലി ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും നമ്മൾ അവരെ ബന്ധപ്പെട്ടിരുന്നു, എന്നാൽ അവർക്ക് ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ അവർ അത്തരം ചില നിയമ നടപടികളിലേക്കും കടക്കുന്നുണ്ട് പോലീസ്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിന്റെ പരിസരം രൂക്ഷമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ചില സാഹചര്യം ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പറ്റം ആളുകൾ കേരള പോലീസിന് ജയ് വിളിച്ചും കേരള പോലീസിനെ അഭിനന്ദിച്ചും, അതായത് സിനിമ ആരാധകർ എന്ന് നമുക്ക് പറയാവുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറുവശത്ത് ഈ കേസിന് ചില രാഷ്ട്രീയ മാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ചില രീതികൾ DYFIയുടെ ഭാഗത്തു നിന്നുണ്ട്. ആലുവ DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻവർ സാദത്ത് MLA, കോൺഗ്രസിന്റെ MLA ആണ്, ആലുവയിലെ MLA ആണ്. ഈ ആലുവയിലെ ജനപ്രതിനിധിക്ക് ഈ കേസിൽ പങ്കുണ്ട്, ദിലീപുമായുള്ള കൂട്ടുകച്ചവടമുണ്ട് എന്ന ആരോപണവുമായി ആണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്ത് MLAയുടെ പങ്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് DYFIയുടെ പ്രതിഷേധവും നടക്കുകയാണ്. ഷൈജു, ഞാനും ചോദിക്കട്ടെ, നാദിർഷയുടെ കാര്യത്തിലുള്ള ക്ലാരിറ്റി എന്താണ്? നാദിർഷ ഇപ്പോഴും കസ്റ്റഡിയിലാണോ? അറസ്റ്റ് പോലീസ് ഇനിയും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടില്ലേ?
നിഷാദ്, അതായത് നാദൃശ്യവുമായി ബന്ധപ്പെട്ട വിവരത്തിൽ ഇപ്പോഴും നമുക്ക് കൃത്യമായ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. കാരണം നാദൃശ്യയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഇവിടേക്ക് കൊണ്ടുവരികയോ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തമായ ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഇവിടെ ഒരുക്കുന്ന ചില സന്നാഹങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ പോലീസ് ഓരോ നിമിഷവും ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അധികം വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, പുറത്തേക്ക് ചില വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഒരു വിവരവും പോലീസ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു വിവരം നമുക്ക് നൽകാൻ കഴിയുന്നില്ല. പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് പ്രധാനപ്പെട്ട ആലുവ റൂറൽ SP അടക്കമുള്ള AV ജോർജ് അടക്കമുള്ള ആളുകൾ ഈ പോലീസ് ക്ലബിനകത്തുണ്ട്. വിശദമായ ചില ചോദ്യം ചെയ്യലുകൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള ചില നിയമ നടപടികളിലേക്കും പോലീസ് കടക്കുന്നു എന്ന് തന്നെയാണ് ആലുവ പോലീസ് ക്ലബിന്റെ മുൻപിൽ നിന്ന് നമുക്കിപ്പോ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MA നിഷാദ് സംവിധായകൻ നമ്മോടൊപ്പമുണ്ട്. MA നിഷാദ്, മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശോഭജനകമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണോ ഇത്? അതോ ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് ഇപ്പോൾ പോലീസ് അതിനൊരു വ്യക്തത വരുത്തിയെന്നേ ഉള്ളോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു കുറ്റവാളി പോലീസിന്റെ ഭാഷ്യം വരുന്നത് വരെ കുറ്റവാളിയാകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പല നിഗമനത്തിലും എത്താൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തി പോലീസ് കുറ്റവാളിയെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. തുടക്കം മുതൽ പറയൂ കേൾക്കാം. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. ആ ഗൂഢാലോചന ശരിയായി വെക്കുന്നത് യഥാർത്ഥ പ്രതിയാകാമെന്ന് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിന് പോലീസിനും ആഭ്യന്തര വകുപ്പിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അഭിനന്ദനങ്ങൾ. MA നിഷാദ്, ഈ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ വിധു വിൻസെന്റിനോട് നേരത്തെ സംസാരിക്കുമ്പോൾ, അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ നേതൃനിരയിലുള്ള സ്ത്രീയാണവർ. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിന്റെ ഒരു നടപടി എന്ന് പറയുന്നത് പ്രാഥമികമാണ്. ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് പ്രതി മാത്രമാണ്, കുറ്റക്കാരനാണെന്ന് ഇനിയും സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ പോയാൽ നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടും അവർ പ്രമുഖരായാൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നത് കൊണ്ടും രണ്ടു തരത്തിൽ കേസിന്റെ തെളിവുകൾ ഇല്ലാതാക്കപ്പെടാം, അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വിധിക്കപ്പെടാം. ആ സാധ്യത മുൻപിലുള്ളപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നു അവർ. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? പ്രതിയായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ തള്ളി പറയാമെന്നാണോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസ് ഇത്രയും വളരെ ഒരു കോൺട്രവേഴ്ഷ്യലായ ഒരു വിഷയമാണ്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാളെ കോടതിയിൽ പരാജയപ്പെടാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാ തെളിവുകളും കളക്ട് ചെയ്ത ശേഷം മാത്രമേ അവര് അത് പുറത്തേക്ക് പെടുത്തുള്ളൂ. അറസ്റ്റ് അവർ സ്വീകരിച്ചിരിക്കുന്നു. അറസ്റ്റ് സ്വീകരിച്ചപ്പോൾ പോലീസിന്റെ ഭാഷ്യത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു ആരോപണവിധേയനായ പ്രമുഖതലം ദിലീപ്. ഇനി കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു വലിയൊരു വിഷയം, ഇതിന്റെ അകത്ത് ഞാൻ കൂടുതൽ അഭിനന്ദനം കൊടുക്കേണ്ടത് ധീരയായ ആ സഹോദരിക്കാണ്, ഇരയാക്കപ്പെട്ട ആ സഹോദരിക്ക്. അവർ ധീരമായ ഈ നിലപാട് എടുത്തത് കൊണ്ടാണ് കേരളത്തിലെ മൊത്തം പൊതുസമൂഹത്തിനും മുന്നിലും മാധ്യമങ്ങൾ, വിശിഷ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു, പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പലരെയും പല രീതിയിൽ ഭോഷ്കും കൂക്കി വിളിച്ചുകൊണ്ടും പലരും നിന്നു. എന്നിരുന്നാലും എൻഡ് ഓഫ് ദ ഡേ യഥാർത്ഥ പ്രതി. അതാണ് താങ്കൾക്ക് ആ കാര്യത്തിൽ പ്രാഥമികമായി പറയാനുള്ളത്. നന്ദി ശ്രീ നിഷാദ്. ശ്രീ സുരേഷ് ബാബു, മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം. ശ്രീ സുരേഷ് ബാബു, ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇതിൽ ഒരു ഗൂഢാലോചനയുമില്ല എന്ന് പറഞ്ഞത് ഇതിന്മേലുള്ള മുൻവിധിയായി വിശദീകരിച്ചവരുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മയുടെ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ 2 ഇടതുപക്ഷ ജനപ്രതിനിധികൾ പ്രതിയായി ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ആൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ സംരക്ഷണം നൽകാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനത്തിനിടയാക്കി. പക്ഷെ ആ വിമർശനങ്ങളെല്ലാം അസാധുവാക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ നടപടി? ഇതിനകത്ത് ഒരു വളരെ പെട്ടെന്ന് വളരെ ചുരുക്കിയും അതിനെ സംരക്ഷിക്കാമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ സംഭവം അത് മുൻപിൻ കാലങ്ങളിൽ ഇല്ലാത്ത ഒരു സംഭവ വികാസമാണ്. കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ, സഹോദരീ തുല്യമായ സ്നേഹം കൊടുക്കേണ്ടുന്ന ആളുകൾ തമ്മിൽ എന്തൊക്കെയോ കാരണത്താൽ വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുക, ആ വൈരനിരാധന ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരായ രൂപത്തിലുള്ള പീഡനത്തിന് ഇരയാവുക, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ
അതിനകത്ത് ചെറിയ ചെറിയ ചില സംശയങ്ങളുണ്ടായ ഒരവസരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനകത്ത് ഗൂഢാലോചനയൊന്നുമില്ല എന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ പെട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിവരം ഉണ്ടാകണം, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിവരമുണ്ടാകണം. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു വിവരമുണ്ടായതായി ആനുകാലിക സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ യോഗത്തിൽ ഈ രണ്ട് ജനപ്രതിനിധികളും അതേപോലെ തന്നെ അതിനേക്കാൾ വലിയ സിനിമാ താരങ്ങളും അടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ സ്നേഹവലയത്തിൽപ്പെട്ട സിനിമാക്കാർ അവർ അദ്ദേഹത്തെ ഉപദേശിച്ച് കാണാനാണ് സാഹചര്യം ഉള്ളത്. അമ്മയുടെ യോഗത്തിൽ വെച്ച് രണ്ട് ജനപ്രതിനിധികൾ കയറി നിന്ന് അതിൻ്റെ ആ അമ്മയുടെ പ്രസിഡന്റ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു പ്രതിനിധിയാണ്, പാർലമെൻറ്റിലേക്കുള്ള പ്രതിനിധിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യക്ഷമായി ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അഴകുഴമ്പൻ നയം അമ്മ സ്വീകരിക്കുകയും അതിനകത്ത് രണ്ട് ജനപ്രതിനിധികൾ പൂർണ്ണമായും ഈ ഇന്ന് കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഉള്ള ഒരു വാദഗതികൾ ഉയർത്തുകയും ചെയ്തത് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ഒരു പ്രസ്താവന നടത്തുന്നതിന് പ്രേരകമായിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും തൻ്റെ സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നതനുസരിച്ച് പൊതുജനങ്ങളോട് പറയേണ്ടുന്ന ആളല്ല. അക്കാര്യത്തിൽ അദ്ദേഹം വേണ്ടത്ര അവധാനത കാണിച്ചില്ല, ഒട്ടും കാണിച്ചില്ല. വിമർശനമേ ഉള്ളൂ, അത് ലഘുവാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. അദ്ദേഹം അവധാനത കാണിച്ചില്ല, പോലീസിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വാങ്ങിയില്ല, പോലീസിന്റെ ഒരു അറ്റസ്റ്റേഷൻ അദ്ദേഹം നടത്താൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിന് വേണ്ടി വാങ്ങിയില്ല. അതൊക്കെ വെച്ചുകൊണ്ട് പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംശയത്തിന്റെ മുനയുണ്ടായിരുന്ന ഒരാളെ സൂക്ഷിക്കാതെ കൈകാര്യം ചെയ്യണമെന്ന സന്ദേശം പോലീസിലേക്ക് പോയി. അത് പക്ഷെ ആ സന്ദേശത്തിനനുസരിച്ച് പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ തെളിവുകളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് നിർബന്ധിതമായി പോലീസ് ഈ നടപടിയിലേക്ക് നീങ്ങിയതാണ്. മുഖ്യമന്ത്രിയുടെ സന്ദേശം, മുഖ്യമന്ത്രി കൊടുത്ത സന്ദേശം ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഈ നാട് ഇത്തരം കുട്ടിച്ചോറുകൾക്ക് ഇനിയും പാത്രീഭൂതമാകുമായിരുന്നു. ഏതായാലും നമുക്കറിയാമല്ലോ, ഈ കേസ് ആദ്യം ഭയങ്കര സജീവമായി അന്വേഷിച്ചു, പിന്നെ ഇടക്കാലത്ത് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഒരു കത്ത് വരുന്നു, ചില സോഷ്യൽ മീഡിയ ഇടപെടൽ വരുന്നു, പെട്ടെന്ന് പോലീസ് സജീവമാകുന്നു. ഇടക്കാലത്ത് നിന്നു പോകേണ്ട കാര്യം സർക്കാരിൻ്റെ താല്പര്യം എന്താണെന്ന് പോലീസ് അങ്ങ് അസസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തിച്ചു എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ആ വിമർശനം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണോ? അതാണ് വസ്തുത. അതല്ലെങ്കിൽ ഇതിനകത്ത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അന്വേഷണത്തിലേക്ക് വരുന്നത് തന്നെ പൾസർ സുനിയും ടെലിഫോണും ജയിലിലെ സംഭവങ്ങളും ഒക്കെ ഉള്ളത് പരസ്യമായി വന്നപ്പോൾ അതിലേക്ക് നീങ്ങിയത് കൊണ്ട് ഉണ്ടായ ഒരു വസ്തുതയാണല്ലോ. അതാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിനനുസരിച്ച് അത് അവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. സുനിയിൽ കുറ്റം ചുമത്തി ചാർജ് ഷീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നതിലേക്ക് വെച്ച് അതങ്ങോട്ട് നിന്നതാണ്. പിന്നെ യാതൊരു നിവൃത്തിയുമില്ലാത്തൊരു സാഹചര്യത്തിൽ ജയിലിൽ നിന്ന് വന്ന കത്തുകളും അതുപോലെയുള്ള ടെലിഫോൺ വന്ന് വിട്ടുപോയതാണ്. അതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ നമ്മോടൊപ്പം ഉണ്ട്. ആനത്തലവട്ടം ആനന്ദൻ, സംരക്ഷിക്കപ്പെടുമെന്ന് പൊതുവെ ആരോപിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും അങ്ങനെ സംശയിക്കപ്പെട്ടിരുന്ന ഒരു പ്രമുഖനായ ഉന്നതസ്ഥാനീയനായ ഒരാളെ ഇപ്പോൾ പോലീസ് ഈ കേസിൽ പൊക്കി അകത്തിട്ടിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചോളം ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന പ്രഖ്യാപിത നിലപാടിന് കൂടുതൽ സാധ്യത കൈവരിക്കുന്ന, അതിന് കൂടുതൽ ഉപോത്ബലകമാകുന്ന ഒരു നടപടിയായി ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതിന് മുൻപെടുത്ത പോലീസിൻ്റെ ഈ മന്ദഗതിയിലുള്ള നടത്തം, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഈ കാര്യത്തിലുള്ള ഗൂഢാലോചന ഇല്ല എന്ന പ്രാഥമിക അഭിപ്രായം, പിന്നീട് അമ്മ യോഗത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികൾ എടുത്തിട്ടുള്ള നിലപാട്, ഇതൊക്കെ നിങ്ങളുടെ ഈ ശോഭ കെടുത്തുന്നുണ്ടോ, അതോ ഈ നടപടിയിലേക്ക് കടന്നോടെ ഇനി മറ്റൊന്നിനും പ്രസക്തിയില്ല എന്ന നിലയാണോ ഉള്ളത്? ഒരു സംഭവം ഉണ്ടായാൽ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്വമുള്ള പോലീസ് ഓഫീസർമാരെ നിയോഗിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ കേസിലും, ഈ സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസിലും ആളെ നിയോഗിച്ചു. പല കേസുകളും കണ്ടെത്തി സാമർഥ്യം തെളിയിച്ചുള്ളവരെ തന്നെയാണ് നിയോഗിച്ചത്. പൾസർ സുനി എന്ന് പറഞ്ഞവനെ 3 ദിവസത്തിനിടെ തന്നെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ അയാളെ കസ്റ്റഡിയിൽ എടുക്കാതിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ നടക്കുന്ന സംഭവം, വിവാദങ്ങൾ. അവനെ കസ്റ്റഡിയിലെടുത്തു. അയാൾ അന്ന് ഉള്ള ഇതിൻ്റെ പിന്നിൽ പോലും ശക്തികളെയൊക്കെ ഒളിച്ചു വെച്ചു. അന്ന് പോലീസിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പോലീസിൻ്റെ വിവരമാണ്, പോലീസ് സമർത്ഥമായി കൈകാര്യം ചെയ്തതിൻ്റെ രീതിയായിരിക്കും.
വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. മറ്റ് കള്ളന്മാരെ കൂട്ടുപ്രതികളെ കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ടും പോലീസ് അങ്ങനെ വിനിയോഗിക്കാറുണ്ട്. ചിലരെ പിടിച്ചിട്ട് എന്നിട്ട് പറയും ഒരു കുഴപ്പമില്ല, ഇയാൾ പൊയ്ക്കൊള്ളൂ, വെറുതെ ഞങ്ങളൊന്ന് സംശയം കൊണ്ട് വിളിച്ചതേ ഉള്ളൂ. പക്ഷെ പിന്നെ പോലീസിൻ്റെ കണ്ണുകളുണ്ടായിരിക്കും അവൻ അയാളെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്താണ് പിന്നെ അയാളെ പ്രതിപ്പട്ടികയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വേറെ ഗൂഢാലോചന ഇല്ല എന്ന് പോലീസിൻ്റെ കൊണ്ട് ഒരു ഭാഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അതാണ് ഇവിടുത്തെ വലിയ കുഴപ്പം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ചില ആശാന്മാർ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഇപ്പോൾ പറയുന്നത് അതിൽ ഈ സിനിമാ രംഗത്തെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ് പോലീസ് സമർത്ഥമായി പുതിയ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ച് ആ പ്രധാന പ്രതി അതിൽ പങ്കെടുത്ത ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞ് ഏത് ഉന്നതനായാലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. നേരത്തെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ സ്ട്രാറ്റജിക് ആയിരുന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നമ്മോടൊപ്പം ഉണ്ട്. അതിലേക്ക് വരും മുമ്പ് BA ആളൂർ പ്രതിഭാഗം അഭിഭാഷകൻ ടെലിഫോണിലായാലും BA ആളൂർ, ഇപ്പോൾ പോലീസ് ഗൂഢാലോചന കോടതിയിൽ സമർത്ഥിക്കാൻ കഴിയും വിധമുള്ള വിവരശേഖരണം നടത്തിയതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമർത്ഥമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ കേസ് ആഭ്യന്തര വകുപ്പ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ വളരെ സമർത്ഥനായ ദിനേശ് കശ്യപ് എന്ന് പറയുന്ന IGയാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല സ്വതന്ത്രമായിട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ സമാപ്തി എന്നോണം ഈ കേസിലെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. അത് അറസ്റ്റിലേക്ക് വന്നെത്തി. അതും സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ നടനെ തന്നെ അറസ്റ്റ് ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഈ അറസ്റ്റ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സർ, പോലീസിന് ഇക്കാര്യത്തിൽ കോടതിയിൽ നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഗൂഢാലോചന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കുമല്ലോ ട്രയൽ ഘട്ടത്തിൽ. പക്ഷേ അത് സ്ഥാപിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം എന്ന് താങ്കൾ ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം 120D ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കുന്നത് വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം രാജീവ് ഗാന്ധിയുടെ കേസ് മുതൽ ഇന്നേ വരെയുള്ള ഓരോ വിധി ന്യായത്തിലും വന്നിരിക്കുന്ന ഒരേ ഒരു സംഗതി പ്രതി പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഗൂഢാലോചന തെളിയുന്നില്ല. അതിനുവേണ്ടി കൺസേൺ ശരീരം ഒരേ സമയത്ത് എവിടെ വെച്ച് ഇവർ ഗൂഢാലോചന നടത്തിയ സ്ഥലം എവിടെയാണ്, എന്തായിരുന്നു ഗൂഢാലോചന, ആ ഗൂഢാലോചന അനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തോ, ഈ 4 കാര്യങ്ങളും കണ്ടെത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഗൂഢാലോചന നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ശക്തമായ തെളിവുകൾ വേണം, ശക്തമായ എവിഡൻസ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന ഗൂഢാലോചന പൂർണ്ണമായിട്ടും 120Bയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എല്ലാ പ്രതികൾക്കും തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ തെളിവുകളുടെ പൂർത്തീകരണം എന്ന നിലയിൽ ട്രയൽ ആരംഭിക്കുമ്പോൾ അതിൽ ശക്തമായ തെളിവുകൾ പോലീസ് കൊണ്ടുവന്നാലേ ഈ പറയുന്ന പൾസർ സുനിയും ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടനുമായിട്ടുള്ള ഒരു ബന്ധം അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ ശ്രമകരമായ ജോലിയാണ്. പോലീസ് അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുകൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ തെളിവുകൾ ശക്തമാണെങ്കിൽ മാത്രമേ കോടതി വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസയോഗ്യമായ തെളിവുകൾ പോലീസ് നിരത്തും എന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത്തരം തെളിവിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷമേ അത്തരമൊരു കാര്യത്തിൽ അതാണ്. നന്ദി ശ്രീ ആളൂർ, താങ്കളുടെ പ്രതികരണം തന്നതിന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നമ്മോടൊപ്പമുണ്ട്. ശ്രീമതി MC ജോസഫൈൻ, പോലീസിന്റെ നടപടിയെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? പോലീസ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതുകയാണോ, അതോ ഇതിനപ്പുറത്ത് ഇനിയും ദിലീപിന് മുൻപിലും സാധ്യതകളുണ്ട് എന്നതും നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസിന്റെ ഇടപെടൽ വളരെ അർത്ഥവത്തായി. ഈ നടപടി കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനവും ആത്മധൈര്യവും വർദ്ധിപ്പിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. കാരണം ഒരു നടിയായ സ്ത്രീയുടെ പോലും മാനാഭിമാനങ്ങൾ പിച്ചിച്ചീന്തിയ, ഒരുപക്ഷെ കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിച്ച ഈ സംഭവം, ആ സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഗവൺമെന്റ്, അതുപോലെ തന്നെ പോലീസ്, തീർച്ചയായിട്ടും ഇത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് എടുത്തുള്ള നടപടികളിൽ ഗവൺമെന്റിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ മലയാള സിനിമാ ലോകത്ത് ദിലീപ് എന്ന് പറയുന്ന നടന് ഇനി എന്തിടം ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിടം ഇനി വകവെച്ചു കൊടുക്കും സഹപ്രവർത്തകർ എന്ന പ്രസക്തമായ ചോദ്യം കൂടി നമ്മുടെ മുൻപിലേക്ക് എടുത്തിട്ട് തരുന്നുണ്ടോ ഈ നടപടി?
തീർച്ചയായിട്ടും ഞാൻ സിനിമാ ലോകത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആളാണ്. കാരണം സാംസ്കാരിക രംഗത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു സമൂഹമാണ്. പക്ഷേ ആ മേഖല പോലും ഇത്തരത്തിലുള്ള അതിദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഒരു മേഖലയായി സിനിമാ ലോകം മാറി എന്നുള്ളതിനെ ഞാൻ ശക്തമായി അപലപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് കേരളത്തിലെ ഇനി മേലിൽ അനുവദിക്കാൻ പാടില്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ ഈ കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണമായും അദ്ദേഹത്തെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം സിനിമയിലെ നേതൃനിര സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് എന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന കുറച്ചുകൂടി ആത്മസംയമനത്തോടുകൂടി ആദ്യഘട്ടത്തിൽ പെരുമാറേണ്ടതായിരുന്നു. അവർക്ക് പറ്റിയൊരു പാളിച്ച അതാണ് ആ കാര്യത്തിൽ പറയാൻ. നന്ദി ശ്രീമതി MC ജോസഫ്. MC സുരേഷ് ബാബു, ഇവിടെ ഇദ്ദേഹം ഏതായാലും പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ്, അറസ്റ്റ് രേഖപ്പെടുത്തി. ഗൂഢാലോചനയാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം. അത് തെളിയിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒന്നാണ്. കോടതി ഇഴകീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു ചാർജാണത്. രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഇനി ദിലീപിൻ്റെ മുൻപിൽ വഴികൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്ന നിരീക്ഷണമോ ആശ്വാസമോ നമ്മൾ തേടുന്നതിൽ കഥയില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട്. രണ്ട് സാധ്യത: ഒന്ന്, ടെക്നിക്കലി ഇത് അവിടെ പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ പരിമിതികൾ. മറ്റൊന്ന്, അദ്ദേഹം വളരെ പ്രമുഖനാണ്, അദ്ദേഹം സാമ്പത്തികമായ ഉന്നതിയിലുള്ളതാണ്, പൗരപ്രമാണിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടൽ നടത്തി രക്ഷപ്പെടാൻ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി മുൻപിൽ വെച്ചുകൊണ്ട് വേണമല്ലോ നമ്മളിതിനെ കാണാൻ. രണ്ടാമത്തെ സാധ്യത ഞാനിപ്പോൾ എടുക്കുന്നില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിലപാടിലേക്ക് എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു പരാമർശമാകും അത്. നമ്മൾ അങ്ങനെയൊന്നും കണക്കാക്കരുത്. സംഭവങ്ങൾ വരട്ടെ, വരുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് പോകാം. പിന്നെയുള്ളത് 120B എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അതേപോലെ തന്നെ അതിൻ്റെ ഓവർ ടാക്ട് സംഭവിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ശിക്ഷകളും ഇതിനകത്ത് വരും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി, ഗൂഢാലോചന 302 പോലെയുള്ള കേസല്ല. 302 എന്ന് പറഞ്ഞാൽ കൊലപാതക കുറ്റമാണ്. പക്ഷെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊലപാതകം നടന്നെങ്കിൽ ആ കൊലപാതകത്തിന് കിട്ടുന്ന ശിക്ഷ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസ് സ്ട്രക്ചർ. അതാണ് ഈ 120Bയെ സംബന്ധിച്ചിടത്തോളമുള്ള അതിൻ്റെ സെറ്റിൽഡ് ലോ എന്താണെന്ന് വെച്ചാൽ, the 120B has to be proved from root to the fruit എന്നാണ്. വേര് തൊട്ട് ഫലമുണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇണമുറിയാതെ തെളിയിക്കപ്പെടണം. അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള അതൊരു ജൂറിസ്പ്രൂഡൻസിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ചുമത്തി ആരെയെങ്കിലും നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസിൻ്റെ ഒരു പ്രിക്കോഷണറി മെഷറാണ്. ഇപ്പം ഇവിടെ അതിനകത്തുള്ളത് അതുകൊണ്ടാണ് നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിട്ടും, എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിട്ട് പോലും ഈ പറഞ്ഞ പോലെ ഈ ഒരു സാവകാശം കൊടുത്തുകൊണ്ട് എല്ലാ ഇണകളും കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം 120B തെളിയിക്കാൻ കഴിയില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. 120B വളരെ കൃത്യമായി തെളിയിക്കാൻ കഴിയും. സമർത്ഥമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ രീതിയിൽ വെച്ച് 120B തെളിയിക്കാൻ കഴിയും. ഇവിടെ പോലീസ് ഒരുപാട് പഴി കേട്ടു. ഇത് ആദ്യം 12 മണിക്കൂർ ചോദ്യം ചെയ്തു, അതിനുശേഷം പിറ്റേ മണിക്കൂറിൽ അറസ്റ്റ് ഉണ്ടാവാത്തത് കൊണ്ട് നിരാശപ്പെട്ടവരേറെ ഉണ്ട് കേരളത്തിൽ. ഇത് പ്രമുഖനെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞപ്പോഴും സർക്കാർ ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിമർശിച്ചു. അതിനിടയിലും പോലീസ് പക്ഷേ തിടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് പോയില്ല. ഈ അവസാന മണിക്കൂറിലും അവർ ഒരുപാട് പഴി കേട്ടു. അതിനിടയിലൂടെ അന്വേഷണം നടത്തുകയായിരുന്നു, പരമാവധി വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി പെർമിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഗൂഢാലോചന അടക്കം ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം തരുന്ന തെളിവുകൾ അത്രയും ശേഖരിച്ചു എന്ന് സർക്കാരിന് കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്? അതുകൊണ്ട് ഈ കേസ് ഏതെങ്കിലും വഴിയിൽ പാതി വഴിയിൽ പരാജയപ്പെട്ടു പോകില്ല എന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ?
അല്ല, ഗൂഢാലോചനയെ സംബന്ധിച്ചും ഒരു കേസിൻ്റെ തുടരന്വേഷണമൊക്കെ പോലീസ് അതിനെ ഏൽപ്പിക്കുന്ന പോലീസാണത് പൂർത്തീകരിക്കേണ്ടത്. പോലീസ് അവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസ് അത് വിട്ടുപോകാതിരിക്കാൻ, ആ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും തെളിവുകളും സമാഹരിച്ചാണ് സാധാരണഗതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രതി വിട്ടുപോകും. പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കേസ് ഫയൽ ചെയ്യാം. ഈ തെളിവുകളൊക്കെ ശേഖരിക്കാതെ കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ഫയൽ ചെയ്താൽ പ്രതി രക്ഷപ്പെട്ടു പോകും. ഇവിടെ കഴിഞ്ഞ ഈ 2 മാസക്കാലമായി ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് അതിവിദഗ്ധമായി ഈ കാലഘട്ടത്തിൽ വന്നുള്ള സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എല്ലാം സഹായത്താലാണ് DGP മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ ശബ്ദ സംപ്രേഷണം. We have now taken Dileep into custody. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. No. ഇതുവരെയില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. No. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ അറസ്റ്റ്. That I will not tell you. Because that we are investigating. The investigation goes on adding in evidence. So, an arrest is a process of investigation. അറസ്റ്റ് ചെയ്യപ്പെടുത്താനുള്ള തെളിവുകൾ, പ്രാഥമികമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടോ? ഈ സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് കോൺസ്പിറസി ചാർജ് ആയിരുന്നു. അത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? Only when I charge it, that will be, you say, whatever now on the basis of evidence, whatever ഞങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ടു ഫോർദർ ദ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് എവിഡൻസ് ഓൾസോ. നിങ്ങളത് മനസ്സിലാക്കണം. എ പേഴ്സൺ ഈസ് ടേക്കൻ ഇൻ ടു കസ്റ്റഡി ഫോർ 2 reasons. വൺ ഈസ് ടു ഇൻവെസ്റ്റിഗേഷൻക്ക് ഒരു ഫർദർ ഇതൊരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓൾസോ കുറച്ച് എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. This is order. So, but before that arrest, some evidence is required. That is there with us. See, they don't ask me details. Now, you know that I will not give answers. I will only say investigation is going on. Mr. Dileep has been arrested. We are questioning him. If anything comes which will be told to the public, to the people of Kerala or to the, I will tell you. That I do not പറഞ്ഞുള്ളൂ. ഇല്ല, അറിയില്ല. ഏപ്രിൽ മാസം തുടങ്ങിയത് സാറ് മുൻപ് DGP ആയ സമയത്താണ് ഇതിന്റെ ഒരു തുടരന്വേഷണം സാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണ്. ഇത്രയും കാലം നീണ്ടു നിൽക്കാൻ കാര്യം അന്നൊക്കെ ബ്രേക്ക് ചെയ്യാതെ എന്തെങ്കിലും പുതിയ എവിഡൻസ് എന്താണ് സംഭവിക്കുന്നത്? No comments. Okay, സാർ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയുന്നതാണ്. See, investigation is not like അപ്പോൾ ഇന്നോ ഞങ്ങൾ we will question Mr. Dileep, then we will get some more evidence. You never know. Nobody has seen the future. So let us actually decide, think what really is happening. I don't put a line in any investigation. Investigation is continuous. It's like a river. It flows. That those details I cannot say. That is depends on medical examination. There are so many processes. We are very clear about proper treatment, no violation of any rights or anything. All the legal process to be followed. That's I have told. Okay, thank you. DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണമാണ് കണ്ടത്. ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. സംഗീത ലക്ഷ്മണ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ അഭിഭാഷക. സംഗീത ലക്ഷ്മണ, എങ്ങനെയാണ് ഈ പോലീസ് നടപടിയെ കാണുന്നത്? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ സ്തോഭജനകമായ ഒരു വാർത്തയാണോ അതോ പ്രതീക്ഷിച്ച ഒന്നാണോ? ഇത് ഞാൻ ഈ കേസുമായി ബന്ധപ്പെടുന്ന യാതൊരു കടലാസും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലീഗൽ ഒപ്പീനിയനായിട്ട് എടുക്കാനും പാടില്ല. എന്നാലും എനിക്കൊരു കാര്യം പറയാവുന്നത്, ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ഈ പൾസർ സുനിയുടെ കൂടെയുള്ള ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതിയിലെ ഒരു കോടതി കോംപ്ലക്സിനകത്തെ ഒരു കോടതി മുറിയിൽ ഇത് പരിഗണിക്കുമ്പോൾ യാദൃശ്ചികം മറ്റൊരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു. ഇത് ഒരു തവണയല്ല 2 തവണയായിട്ട് ഞാൻ ഇതിന്റെ വാദം മുഴുവനോടെ തന്നെ ഞാൻ കേട്ടതാണ്. അപ്പം ആ പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത്, അതായത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ ഭാഗത്തു നിന്നുള്ള വാദവും പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള വാദവും കോടതി വളരെ നിശ്ചിതമായിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഒക്കെ ചോദ്യം ചോദിച്ചതും അവിടെ നടന്നിരുന്ന ഈ കോടതി മുറിക്കകത്ത് നടന്ന ഡിബേറ്റ് മുഴുവനോട് ഞാൻ കേട്ടിരുന്നു.
ആ കേട്ടതിൽ നിന്ന് എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായത്, ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്നതും ഇതാണ്. അതായത് നമ്മുടെ പോലീസ് നല്ല പോലീസ് ആണെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന 1, 2, 3 പേരുടെ അറസ്റ്റ് അവിടെ നടക്കേണ്ടതാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അതോടെ കുറിച്ചിട്ടു. ഇതൊരു 2, 3, 4 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 12-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 12-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ടൊരു ദിവസം കൂടി ഞാനിത് കേട്ടിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പല തിരിമറികളും അതിനകത്ത് നടത്തുന്നത് പോലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഇത് കോടതിയിൽ നടന്ന വാദവും പ്രതിവാദവും കോടതിയിൽ നിന്നുള്ള ചോദ്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്തായാലും ഇന്നത്തെ ഇത് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാടകം പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ആ വിഷ്വൽസ് തന്നെ നോക്കൂ. അതൊരു വണ്ടി, പോലീസ് ജീപ്പിനകത്ത്, ആ ഡ്രൈവർ പോലും യൂണിഫോമിലല്ല. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയതുകൊണ്ട് അദ്ദേഹം നിയമത്തിന്റെ ഞാൻ തിയറി പഠിച്ചിട്ടുള്ളതും പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതും പോലീസിലെ സകല പേരും അതിനകത്ത് യൂണിഫോമിലാണ്. ആ പോലീസിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഞാൻ വിഷ്വൽ കണ്ടില്ല. ഞാൻ വിഷ്വൽ ഇപ്പം മാത്രമാണ് കാണുന്നത്. ഞാൻ വാർത്തകൾ മുഴുവൻ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുമില്ല. ഇത് മൊത്തം ഒരു നാടകം മണക്കുന്നുണ്ട് എന്ന് താങ്കൾ ആരോപിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ മനുഷ്യാവകാശപരമായ അടക്കം നിയമപരമായ അടക്കം സകല ഫോർമാലിറ്റീസും പൂർത്തിയാക്കിയാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് അല്പം മുൻപ് DGP വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ യു ഷൈജു റിപ്പോർട്ടർ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് തത്സമയം വീണ്ടും ചേരുകയാണ്. ഷൈജു, പോലീസ് ഇന്നിപ്പോൾ ഹാജരാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് DGP ഉത്തരം പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു സ്പോർട്സ് സീൻ എന്താണ്? ഇന്ന് ഹാജരാക്കുന്നുണ്ടോ? അപ്പോൾ നാദിർഷയുടെ കാര്യത്തിൽ കസ്റ്റഡി പോലും ഇല്ല എന്നാണ് DGP വിശദീകരിക്കുന്നത്. പോലീസ് അക്കാര്യത്തിൽ എന്തെങ്കിലും പുറത്തു പറയാത്ത സത്യങ്ങൾ വേറെയുണ്ടോ? അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്കിപ്പോൾ പോലീസ് ക്ലബിനകത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിലെങ്കിലും ഹാജരാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രാവിലെ കസ്റ്റഡിയിലെടുത്ത ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയുമല്ല, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. രാത്രി വൈകിയത് കൊണ്ട് തന്നെ ഇവിടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നാണ് മജിസ്ട്രേറ്റുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. എന്നാൽ മജിസ്ട്രേറ്റ് ഈ ദിലീപിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിലാണ് മജിസ്ട്രേറ്റ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇന്നസെന്റിന്റെ ചിത്രമുയർത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും അൻവർ സാദത്ത് MLA-യുടെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI-യുടെയും AIYF-ന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഏതാണ്ട് ഒരു സംഘർഷ സാധ്യതയുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെയും DYFI AIYF-ന്റെയും പ്രതിഷേധങ്ങൾ ഒരേ സമയം നടക്കുന്നു. ഇടതുപക്ഷ MLA-മാർക്കെതിരെ MP-ക്കെതിരെയും നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ MLA അൻവർ സാദത്തിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI-യും AIYF-ഉം പ്രതിഷേധം നടത്തുന്നുണ്ട്. ഒരു സംഘർഷം നിലനിൽക്കുന്ന ഒരു ആലുവ പോലീസ് ക്ലബിന് മുന്നിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് യു ഷൈജു ലഭ്യമാക്കുന്നത്. ആനത്തലവട്ടം ആനന്ദൻ തുടരുന്നു. നമ്മുടെ ദീദി ദാമോദരനുണ്ട്, വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പ്രതി. അതിനു മുമ്പ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ നേരത്തെ തന്നെ ഉയർന്ന ഒരു വിമർശനമുണ്ട്. വിരമിച്ച DGP പറഞ്ഞത് പോലീസ് പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിക്കുകയാണ്, ദിലീപിനെതിരെ തെളിവൊന്നുമില്ലായിരുന്നു. ഇപ്പൊ സംഗീത ലക്ഷ്മണ അഭിഭാഷക അത്തരമൊരു വ്യതിരിക്തമായ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഒറ്റപ്പെട്ടതാണെന്ന് തോന്നുന്നു പൊതുവെ ഈ മണിക്കൂറിൽ പരിശോധിക്കുമ്പോൾ. പക്ഷേ സർക്കാരിന് അക്കാര്യത്തിൽ വിശദീകരണമുണ്ടോ? ഇത് മനുഷ്യാവകാശ ലംഘനം, നിയമലംഘനം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന ചിലരെയൊക്കെ കാണാം. പക്ഷേ DGP തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്, വിശദീകരണം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെയും പൂർണ്ണമായതിൻ്റെ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണോ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള പിന്തുണ പോലീസിന് നൽകുന്നത്? ഗവൺമെൻറ് കുറ്റവാളികളെ കണ്ടെത്താനുള്ള അത് എത്ര ഉന്നതനായാലും കണ്ടെത്തുമെന്ന് സന്നിധമായി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളൊക്കെ തുടരും. DGP അങ്ങനെ പറഞ്ഞു. നേരത്തെ പോലീസ് ഒരു പ്രഹസനമാണെന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം 55 ദിവസം DGP ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം തന്നെ നേരത്തെ പറയുകയുണ്ടായി, ഒരു വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുകയുണ്ടായി, പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഗൂഢാലോചന വിവരമൊന്നും അന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ഇങ്ങനെ ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും വിവാദം ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് ചില വാദഗതികൾ ഉന്നയിക്കുമെന്നുള്ള കവിഞ്ഞ് ഒരു കേസ് സംഭവം ഉണ്ടായി. നമ്മുടെ കേരളത്തിൽ പുതുതായി കാണുന്നതല്ലല്ലോ. ആ സംഭവങ്ങൾ ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ
തുമ്പ് കണ്ടെത്താൻ പോലീസ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഭവത്തിൻ്റെ ഉത്തരവാദികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച കേസുകളും നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരാളും രക്ഷപ്പെടാതിരിക്കാനുള്ള വല വീശുകയും അതിനാവശ്യമായ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്താനും ഉള്ള പരിശ്രമം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ. ബാക്കിയൊക്കെ ഊഹാപോഹങ്ങൾ പറയുകയാണ്, വക്കീലന്മാരുടെ അഭിപ്രായവും മറ്റുമൊക്കെ തന്നെ. കേസിൻ്റെ തീർപ്പ് കഴിഞ്ഞിട്ട് കുറ്റവാളികൾ ആരാണ് യഥാർത്ഥ കുറ്റവാളികളെന്ന് നമുക്ക് അക്കാര്യത്തിലുള്ള വിമർശനത്തെ താങ്കൾ തള്ളുകയാണ്. പ്രാഥമികമായി തന്നെ നമ്മോടൊപ്പം ദീദി ദാമോദരനുണ്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ദീദി ദാമോദരൻ, ഈ അറസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പോലീസ് ഏറ്റവും ഉചിതവും നീതിയുക്തവും സുതാര്യവുമായ നടപടി സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നുവെന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണോ? ഇത് കേരളത്തിലെ പലരെയും അത്ഭുതപ്പെടുത്തുന്ന പോലെ ദിലീപിന് വ്യക്തിപരമായിട്ടും സിനിമയിൽ കണ്ട് ഉള്ള ബന്ധം കൊണ്ടും അറിയാവുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അതിനേക്കാൾ എത്രയോ മേലെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു അറസ്റ്റിനെ പറ്റി അറിയുമ്പം എനിക്ക് ഉണ്ടാവുന്നത്. എനിക്ക് നല്ല കേരളത്തിലെ സ്ത്രീ പീഡനത്തിന്റെ കേസുകളിൽ ഇടപെടുകയും അതിന് സാക്ഷികളാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുവിധം സ്ത്രീകളെ മുഴുവൻ ഇത് വല്ലാതെ അത്ഭുതപ്പെടുത്തും. അതെന്താന്ന് വെച്ചാൽ ഈ സ്റ്റേജ് വരെ പോലും ഇതിന്റെ അവസാന വാക്കൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്കി മുഴുവൻ കേസ് കഴിയുമ്പോഴേക്കും മാത്രമേ പ്രതികൾ ആരാണ്, ഈ അറസ്റ്റ് ചെയ്തവർ കുറ്റക്കാരാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത്രയും വലിയ ഒരു ബിഗ് ഷോട്ടിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. നമ്മൾ ഇതിന് മുമ്പും കേരളത്തിലെ വളരെ പേരുകേട്ടിട്ടുള്ള പല സ്ത്രീ പീഡന കേസുകളും കണ്ടിട്ടുണ്ട്. അതിലെ മുഴുവൻ വലിയ വലിയ പേരുകൾ എല്ലാ തെളിവുകളോടും കൂടെ ചാനലുകൾ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇന്ററോഗേറ്റ് ചെയ്യോ അറസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആ നിലയ്ക്ക് ഈ കാര്യത്തിൽ ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ ശ്രീമതി ദീദി ദാമോദരൻ, ഇവിടെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. താങ്കൾ പറയുന്നതിലൊരു ന്യായമായ യുക്തിയുണ്ട്. കാരണം ഒരാൾ അറസ്റ്റിലായി, ഒരാൾ പ്രതി ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് അയാളെ കുറ്റക്കാരനായി നമുക്ക് നിയമപരമായി കാണാൻ കഴിയില്ല. അങ്ങനെ പ്രതി ചേർക്കപ്പെട്ട, പോലീസ് വ്യാജമായി പ്രതി ചേർത്ത നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ ചരിത്രത്തിൽ കാണാനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനാണെന്ന് തീർപ്പെടുക്കുകയും അതിന്മേൽ അയാളോടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല എന്നതാണോ നിങ്ങളുടെ നിലപാട്? WCCയുടെ അതിന്റെ കപ്പാസിറ്റിയിലാണ് ഈ ചോദ്യമെങ്കിൽ WCCക്ക് ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ കൺസേണേ ആയിരുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ, അത് സിനിമയിലുള്ള ഒരു പെൺകുട്ടിക്ക് വന്ന പരാതി, ഇത്രയും നീചമായിട്ടുള്ള ഒരു പീഡനം ആ കുട്ടി തുറന്നു പറയാൻ തയ്യാറാവുകയും പരാതിപ്പെടാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഷോൾഡർ ചെയ്യേണ്ടതുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. അവിടെയുള്ള ഒരു കൂട്ടായ്മ, സിനിമയിലുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടം അവളുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതായിരുന്നു WCCയുടെ പ്രധാന കൺസേൺ. അതിൽ നിർബന്ധമായിട്ടും അതിലെ കുറ്റക്കാരാരാണ്, അവർ ശിക്ഷിക്കപ്പെടണം എന്നതൊക്കെ വരും. എന്ന് മാത്രമല്ല, ഇത് WCCയെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം അടുത്ത പെൺകുട്ടികൾക്ക് ഇത്രയെങ്കിലും ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഇത് ഈ കാര്യം നോക്കൂ, ഒരു കുട്ടി പരാതി പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടു എന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ഇത് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പോലീസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിക്കിന്റെ ഒരു പ്രഷർ വല്ലാതെ ഉണ്ടല്ലോ സർക്കാരിനും പോലീസിനും ഒക്കെ എതിരെ. അതൊക്കെ ഒരു ഫാക്ടർ ആയിട്ടുണ്ടാകുമോ എന്നുകൂടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഒന്ന്, ഇത് സിനിമ, ലോട്ട് ഓഫ് ഗ്ലാമർ, അതിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു നടൻ, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാള്, അങ്ങനെയൊക്കെ ആൾക്കാരെ സാധാരണ തൊടുക പോലും ചെയ്യില്ലല്ലോ. നമ്മൾ ഒരു അപ്പാരറ്റസും ഇന്ന് വരെ വലിയ വലിയ ആൾക്കാരെ ഒന്നും തൊടുക പോലും ചെയ്തിട്ടില്ല. അവിടുന്ന് ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്റ്റെപ്പാണ്. ഇതിൽ പക്ഷേ ഒരു 120B ഗൂഢാലോചന കുറ്റമാണ്. വളരെ വിശദമായ പരിശോധന കോടതിയിൽ നടക്കും. തള്ളിപ്പോയ ചരിത്രം ഒരുപാടുള്ള ഒന്നാണിത്, ഈ വകുപ്പ് ചേർക്കലെന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് കോടതിയിൽ വിശദമായ ഒരു ട്രയൽ നടക്കണം, അതിനുശേഷം ഒരു വിധി വരണം, അതിനുശേഷം മാത്രമേ കുറ്റക്കാരനാരാണെന്ന് സ്ഥാപിക്കാൻ കഴിയൂ. അത് ശരിയുടെ നിലപാടാണ്, അംഗീകരിക്കുന്നു. പക്ഷേ അത് എങ്ങനെയൊക്കെ തള്ളിപ്പോകും എന്നതാണ് നിങ്ങളുടെ ആശങ്ക. ഒന്ന്, ഇത് പോലീസിന്റെ കയ്യിൽ മതിയായ തെളിവില്ലാതാവാം, ദിലീപ് കുറ്റക്കാരനല്ലാത്തത് കൊണ്ടും തള്ളിപ്പോകാം. മറ്റൊന്ന്, ദിലീപ് ഒരു പ്രമാണിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെ സ്വാധീനിക്കാം, സാക്ഷികളെ സ്വാധീനിക്കാം, പലതരത്തിൽ സ്വാധീനിക്കാം. ആ നിലയിലും ഒരു സാധ്യതയുണ്ട്. അപ്പം ഇതിൽ രണ്ടിൽ ഏതിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അതോ രണ്ടിനെയും ഭയപ്പെടുന്നുണ്ടോ? ഇതിന്റെ
ഇത് ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. കാരണം ഇതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഇത് പരാതിയുമായി മുൻപിലേക്ക് വന്നു എന്ന്. അത് ഏതോ ഒരു പെൺകുട്ടിയല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടി. എന്നെ ഈ രീതിയിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതിയുമായി വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ടേൺ എന്ന് പറയുന്നത്. അതിന്റെ കോൺസിക്വൻസസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി പറയാൻ തയ്യാറാവുകയും അവൾ കൂടെ നിൽക്കാൻ കുറെ സ്ത്രീകൾ ഉണ്ടാവുന്നു എന്ന് പറയും. സമൂഹം മൊത്തത്തിൽ അവളെ പോസിറ്റീവായിട്ട് കാണുകയും. പിന്നെ മലയാള സിനിമേന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു വിക്ടിമും സാധാരണ മലയാള സിനിമയിൽ ആത്മഹത്യ ചെയ്യുകയാണ് സംഭവിക്കുക. അപ്പൊ ഇതിൽ റേപ്പ് എന്ന് പോലും വേണ്ട, എന്നെ ഏതെങ്കിലും നിലയ്ക്ക് ഞാൻ അപമാനിതയായി എന്ന് കേരളത്തിൽ ഒരു പെൺകുട്ടിയും പരാതിയായിട്ട് വരാൻ പാടില്ല എന്നാണ് നമ്മൾ ഇതിനു മുമ്പേ ഉള്ള സൂര്യനെല്ലി കേസാണെങ്കിലും അതിനെ തുടർന്ന് വന്നിട്ടുള്ള എല്ലാ കേസുകളും പെൺകുട്ടികളെ പഠിപ്പിച്ചത് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരരുത് എന്നാണ്. ഇവിടെ ഇത് പോസിറ്റീവ് ആവുന്നത് അതുകൊണ്ടാണ്. ഈ അറസ്റ്റ് ഇതിന്റെ അവസാന വാക്കാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമുക്ക് സാങ്കേതികമായി പറയാം, അതിന് നീതിയും ഉണ്ടാകുന്ന നിലപാടിൽ. പക്ഷേ ദിതി ദാമോദരൻ, ഇവിടെ ഇപ്പോ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് ഇദ്ദേഹത്തോട് മലയാള സിനിമ ഇനി സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണ്? ഒരു പെൺകുട്ടിയെ ആക്രമിച്ച ആൾ പോലീസ് പിടിക്കപ്പെടുമ്പോൾ അയാളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നത് ആണല്ലോ പ്രധാനപ്പെട്ട സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അതെന്തായിരിക്കുമെന്ന് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം എന്താണ്? ദിലീപിനെ ഈ നിലയിൽ മാറ്റി നിർത്താൻ, ദിലീപിനെ ഇനി സംരക്ഷിക്കില്ല എന്ന നിലയെടുക്കാൻ നേതൃത്വം, അതായത് അമ്മയുടെ നേതൃനിരയെങ്കിലും തയ്യാറാവുകയും ഇരയ്ക്കൊപ്പമാണ് ഞങ്ങളെന്ന സന്ദേശം നൽകാൻ ഈ വൈകിയ വേളയിലെങ്കിലും അവർ തയ്യാറാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ 7 മണിക്ക് ഈ വാർത്ത സംഭവിക്കുന്നു, നിരവധി ആളുകളെ അവരുടെ പ്രതികരണത്തിനായി വിളിക്കുകയാണ്. ഏറ്റവും അവസാനം ജനപ്രതിനിധി കൂടിയായ സുരേഷ് ഗോപി ഞങ്ങളുടെ പ്രൊഡക്ഷൻ റൂമിനോട് പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാനില്ല എന്നാണ്. അപ്പോൾ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഇതുകൊണ്ടുണ്ടായിക്കളയും എന്ന കടന്ന വിചാരമുണ്ടോ നിങ്ങൾക്ക്? എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു തരി പോലും ഒപ്റ്റിമിസ്റ്റിക് അല്ല ഞാൻ ഈ കാര്യത്തിൽ. കാരണം ഇതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ള വലിയ പേരുകളുണ്ട്, വലിയ വലിയ സ്രാവുകളുടെ പേരുകളുണ്ട്. അവർ അടുത്ത ഇലക്ഷനിൽ ഏറ്റവും വലിയ മെജോറിറ്റിയോടുകൂടി, റെക്കോർഡ് മെജോറിറ്റിയോടുകൂടി ജയിച്ചതാണ് കേരളം കണ്ടത്. അതുകൊണ്ട് എനിക്ക് അത്തരം പ്രതീക്ഷകളോ അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾക്കാരെ ഇവിടുത്തെ പൊതുജനം ശിക്ഷിച്ച് കളയുമെന്നൊന്നും എനിക്ക് അങ്ങനെ ഞാൻ കരുതുന്നേ ഇല്ല. അങ്ങനെ അമ്മയുടെ മാത്രം പ്രശ്നമല്ല, അത് പൊതുസമൂഹത്തിന്റെ ആകെ തന്നെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതിന്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറു പ്രതലം മാത്രമാണ് അമ്മ എന്നതാണ് താങ്കൾ അതിനെ കാണുന്ന ഒന്ന്. നന്ദി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വേഗം ഞാൻ ഈ വിഷയത്തിലേക്ക്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു ഇടവേള ഇപ്പോൾ അനിവാര്യം. ഇന്നലെ രാവിലെ ആൻഡോ വിളിച്ചു പറയുമ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത അറിയുകയും നമ്മുടെ എൻ്റെ കൂടെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത്. വളരെ ഭയക്കുന്ന, ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. അതിനുവേണ്ടി വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, കാരണം സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ അന്വേഷണമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട്. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറയുന്നത് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കണം. അത് മലയാള സിനിമ കുടുംബത്തിലെ ഒരു അംഗത്തിന് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി. മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പിറ്റേന്ന് കൊച്ചിയിൽ സിനിമാ താരങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ ദിലീപ് സംസാരിച്ചതാണ് കേട്ടത്. ദിലീപ് ഈ കേസിൽ പ്രധാന പ്രതിയായി കണ്ട് അറസ്റ്റിലാക്കപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇത് പ്രചരിക്കുന്നുമുണ്ട് എന്നതുകൂടി, അതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഇത് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത്. ശ്യാനത്തലവട്ടം ആനന്ദൻ ആക്രമിക്കപ്പെട്ട കേസിൽ മതിയായ തെളിവുകൾ പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്ന ദിലീപിൻ്റെ ആദ്യത്തെ വാചകങ്ങളായിരുന്നു ഇത്. ഒരു നിലയ്ക്കും ഇതിൽ പങ്കാളിത്തമില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് അവിടെ പെരുമാറാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇതൊക്കെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗൂഢാലോചനയും ഉണ്ടായിട്ടില്ല എന്ന് പോലീസിൻ്റെ മനസ്ഥിതിയെ പോലും സ്വാധീനിക്കും വിധമുള്ള
ഒട്ടും അവധാനതയില്ലാത്ത ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പിന്നീട് അന്വേഷണത്തിന്റെ ത്വരിതഗതി നഷ്ടപ്പെട്ടു പോയതിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിമർശിക്കുന്നവരുണ്ടല്ലോ. അതിനൊരു സാധുത തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. എന്താണ് താങ്കളുടെ മറുപടി? ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നാമത് ഈ നേരത്തെ ഉള്ള ചർച്ചകളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ലായിരുന്നു. എനിക്ക് താല്പര്യമില്ല. സിനിമ പോലെയാണ് നാട്ടിലെ ജീവിതമെന്ന് ധരിക്കുന്നവരുണ്ടാവും. കാശും വരുമാനവും അതൊക്കെ ആദരവും എല്ലാം കിട്ടുമ്പോൾ ഇവിടെ മാത്രമല്ല, ബോംബെയിലെ അധോലോക സംഘത്തിൻ്റെയും ഇവരുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഒരു പ്രത്യേക ലോകമാണ്. കാശെല്ലാം വരുമ്പോൾ അഹങ്കാരങ്ങൾ കൂടും, സമ്പത്ത് വീണ്ടും വീണ്ടും വാരിക്കൂട്ടാനുള്ള മാർഗങ്ങൾ നോക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുമായിരുന്നു, വെള്ളമുണ്ടിന് തടുക്കിടുന്നവരാണ് ഈ സമൂഹം. മുഷിഞ്ഞ വേഷവും ധരിച്ചൊരു പാവപ്പെട്ടവൻ വന്നാൽ അവനെ 4 ഇല തടിപ്പിക്കില്ല. അതേസമയം നല്ല വേഷം ധരിച്ച് വരുന്ന പ്രമാണിക്കകത്ത് സീറ്റ് കിട്ടും. അതുപോലെ ഇവിടെ നിരവധി കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഒരാളത് തിരിഞ്ഞു നോക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. സൗന്ദര്യവും സമ്പത്തുമുള്ള ആൾക്കാരുടെ കാര്യത്തിലൊക്കെ പലർക്കും താല്പര്യമുണ്ടാവാം. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ ഏതായാലും, കർഷക തൊഴിലാളിയായാലും കയർ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളിയായാലും ഏത് സമൂഹത്തിൻ്റെ ഏത് തുരത്തിൽപ്പെടുന്നവരായാലും ശരി, അവരാക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെടുന്ന അതേ ഗൗരവത്തിൽ കാണുന്ന ഒരു ശീലമല്ല നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ എല്ലായിടത്തും ഈ സമൂഹത്തിലുള്ളത്. അതിൻ്റെ മാറ്റം വരണം. ഇവിടെ ഇപ്പോൾ ദിലീപിൻ്റെ കപട വേഷം കണ്ടല്ലോ, സിനിമയിലെ പോലെ ഒരു അഭിനയം നമ്മൾ കണ്ടല്ലോ. കപട വേഷമെന്ന് പറയാൻ നിർബന്ധമാകുന്നത് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ച് ഇയാൾക്കതിൽ പങ്കുണ്ടെന്ന് വരികയാണെങ്കിൽ ഇതൊരു കപട വേഷമാണ്. സിനിമയിൽ കാണിക്കുന്ന കപട വേഷം സമൂഹത്തിലും കാണിക്കുകയാണ്. അതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് വിധി പറയാൻ ഒക്കില്ല. നേരത്തെ ദീപ്തി ദാമോദരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഈ കേസിൻ്റെ വിധി എന്താണെന്നറിയാതെ ഈ ഗൂഢാലോചനയിൽ പെടുത്തിയെന്നുള്ളത് കൊണ്ട് മാത്രമാക്കി അഭിഭാഷകരായ ചില സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, പോലീസിന് ആവശ്യമായ എവിഡൻസ് ഉണ്ട്, തെളിവുകളൊക്കെ ശേഖരിച്ചാണ് അറസ്റ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അർഹമായ ശിക്ഷ ഉണ്ടാകണം. ആ ശിക്ഷ വാങ്ങിക്കൊടുത്താൽ ഇയാൾ പ്രതിയാണെന്ന് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കൊരാളെക്കുറിച്ചൊരു വിശകലനം നടത്തി അവസാന വാക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ വാശിയുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുകയുണ്ടായത്, എത്ര ഉന്നതനായാലും ഈ സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിച്ചതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പോകണില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞ ഗൂഢാലോചനയില്ല, പ്രതിയെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിനെ അതൊക്കെ ഒരു പോലീസിൻ്റെയും മറ്റുമൊക്കെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും, നിരപരാധികളാണെന്ന് പറയും. സുരേഷ് ബാബു, ഇവിടെ DGPയുടെ പ്രതികരണം നേരത്തെ കേട്ടല്ലോ. DGP പറയുകയാണ് അറസ്റ്റിന് ആവശ്യമായ താങ്കൾ പറയൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇപ്പം ചില ആൾക്കാർ വന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കുറ്റം കാണാൻ ഗവൺമെൻറ് കുറ്റപ്പെടുത്തിയാണ്. പ്രതികളെ പിടിച്ചുകൊണ്ടാണോ, പ്രതികളെ പിടിക്കുന്നത് കൊണ്ടാണോ കുറ്റം പറയുന്നത്? എത്ര കേസാണ് തേഞ്ഞു മാഞ്ഞു പോയിട്ടുള്ളത് പ്രതികളെ പിടിക്കാൻ കഴിയാതെ നമ്മുടെ ഈ നാട്ടിലുള്ളത്? എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ വീഴ്ച വരുത്തിയെന്ന് പറയാനൊക്കുമോ? എല്ലാ കേസിലെയും ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പോലെ പറയാനുള്ള ആർജവം കാണിക്കുകയാണ് ഇപ്പോൾ. ദിലീപിനെയും ഇതുപോലുള്ള ആൾക്കാരെ കുറ്റവാളികളെ കണ്ടെത്തി വരെ വേറൊരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ് കണ്ടെത്തുകയല്ല. ഈ സംഭവം നടന്ന് 2 മാസം മമ്മി സെഞ്ചുറി, നമ്മോടൊപ്പം സെഞ്ചുറി ഫിലിംസിന്റെ ഉടമ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മമ്മി സെഞ്ചുറി, ഇവിടെ ഈ കേസിന്റെ വിശദാംശങ്ങൾ, അതിന്റെ പ്രത്യാഘാതമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. സിനിമാ മേഖലയിൽ ഈ അറസ്റ്റ് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് താങ്കൾ പ്രത്യാശിക്കുന്നത്? സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. കാരണം ഒരുപാട് കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള നടന്മാരാണ് ഇവരൊക്കെ. ഒരുപാട് ആളുകളെ വിലക്കാനും ഒതുക്കാനും ഒരുപാട് പ്രശ്നങ്ങൾക്കും, നമുക്കറിയാം 10 കൊല്ലം മുമ്പ് വിനയന്റെ കേസ് മുതൽ ഇപ്പോൾ നടന്ന തിയേറ്റർ പ്രശ്നം വരെ എല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു ആക്രാന്തം, അതിന്റെ പരിണാമ ഫലമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുമ്പും വാർത്താ ചാനലിലൂടെയൊക്കെ പറഞ്ഞതാണ്, ഈ അമ്മയും ഈ നിർമ്മാതാക്കളുടെ സംഘടനയും ഒക്കെ എന്തിനു വേണ്ടി ഇതിന് കൂട്ടുനിന്നു? ഇതിൽ പ്രതികരിക്കാതെ ഈ ഇരയായ അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയെ സംരക്ഷിക്കാതെ ഈ സംശയമുണ്ടെന്ന് പറയുന്ന നടന്മാർക്കൊപ്പം നിന്നുകൊണ്ട് അവരെന്തിന് ഈ
ഈ നാട്ടുകാരുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ. അമ്മ സെഞ്ചുറി താങ്കൾ പറയും പ്രകാരം ഇദ്ദേഹം കുഴപ്പക്കാരനാണെന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് തന്നെ ഇതിന് പിന്നിൽ ഇദ്ദേഹം ആയിരിക്കുമെന്ന് സംശയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയായിരുന്നു പ്രമുഖരായ സിനിമാക്കാരെന്നാണോ? അങ്ങനെയെങ്കിൽ അവരുടെ സമീപനം തുടർന്നും ഇത് തന്നെ ആയിരിക്കുമെന്നാണോ? അല്ല, അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുണ്ട്. അവിടെ ആര് എന്താ ഉന്നതിയിൽ നിൽക്കുന്നോ അവരുടെ കൂടെയായിരിക്കും ഈ സിനിമയിലെ ചില ആളുകൾ. എന്താ വെച്ചാൽ അപ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവരൊക്കെ ഇതിന്റെ പുറകെ നിൽക്കുന്നത്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് നിർമ്മാതാക്കളുടെ അസോസിയേഷന്റെ അതിന്റെ ഭാരവാഹികളോട് പല ചർച്ചകളിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. അതുപോലെ സൂപ്പർ സ്റ്റാറുകൾ നമ്മൾ കണ്ടതാണ് അമ്മയുടെ മീറ്റിംഗില്. സൂപ്പർ സ്റ്റാറുകൾ മൗനിയായിരിക്കുന്നു, ഒരാൾ പടം വരയ്ക്കുന്നു, ഒരാൾ മുകളിലേക്ക് നോക്കി കൈക്കോലെണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴൊക്കെ അതിനൊക്കെ എതിരായിട്ട് ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പറഞ്ഞതാണ്, നിങ്ങൾ ഈ സത്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സത്യം തുറന്നു പറ. നിങ്ങൾ എന്തുകൊണ്ട് മൗനിയാവുന്നു? മൗനിയാകാൻ പാടില്ല. നമ്മുടെ ഒരു സഹോദരിക്കാണ് ഈ ആക്രമണം നേരിട്ടിരിക്കുന്നത്. ആ സഹോദരിയെ സഹായിക്കാതെ സംശയമുണ്ടെന്ന് പറയുന്ന നടന്മാരുടെ പുറകെ നിങ്ങൾ എന്തിനു പോകുന്നു? ഇവിടുത്തെ ജനപ്രതിനിധികൾ സൂപ്പർ താരങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് യോജിക്കാൻ കഴിയാത്തതാണെന്ന് വിമർശനം താങ്കൾ ഉന്നയിക്കുകയാണ്. ശ്രീ സുരേഷ് ബാബു, നേരത്തെ DGP പറയുന്നത് കേൾക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അറസ്റ്റിന് ആവശ്യമായ വിവരങ്ങൾ ഞങ്ങളിലുണ്ട്, അവൈലബിൾ ആയതെല്ലാം ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്ന ചോദ്യത്തിന് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് ഈ അറസ്റ്റ്, അത് പൂർണ്ണമായും കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. പോലീസ് സമ്മർദ്ദം കൂടി പോലീസിൻ്റെ ഒരു ഫാക്ടറായിരുന്നു. അതുകൊണ്ട് വേഗം പോലീസ് അറസ്റ്റിലേക്ക് പോയി. ഇപ്പോഴും പോലീസ് ട്രയലിന് വേണ്ട വിധത്തിൽ സജ്ജരല്ല എന്നാണ് നമ്മൾ ആ പ്രതികരണത്തിൽ മനസ്സിലാക്കേണ്ടത്. ട്രയലിന് എന്തായാലും കൂടുതൽ തെളിവുകൾ ഇനിയും കൂടുതൽ ആവശ്യമുണ്ടാവും. ഇതൊരു ഇൻ്റർമീഡിയറി പ്രോസസ്സാണ്. ഒരു കോടതി ക്രിമിനൽ സൈഡിൽ ഉള്ളൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പരിമിതമായ ഇക്കാര്യത്തിലുള്ള പരിജ്ഞാനം വെച്ചുകൊണ്ട് പറയുമ്പോൾ അറസ്റ്റ് അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഒരു വിഷയമാണ്. അറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ തന്നെ ഒരു അക്യൂസ്ഡിൻ്റെ ഭാഗത്ത് ഒരു ഡീമോറലൈസേഷൻ വരും. എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്നും താൻ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ഈ എവിഡൻസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കുറച്ചുകൂടി അത് വളരെ സ്ലോ ആയിട്ടുള്ളത് വളരെ സ്പീഡായിട്ട് തന്നെ പോലീസിന് എവിഡൻസ് കിട്ടും. പോലീസിൻ്റെ നെറ്റിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല എന്നുള്ളൊരു ഇംപ്രഷൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കുണ്ടാവും. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ 302 കേസ് പോലെയൊന്നുമല്ല. 302 ഏതെങ്കിലും തരത്തിലുള്ള ചില എവിഡൻസസ് മറ്റു തലത്തിലുണ്ടാവും. മറ്റു തരത്തിൽ എവിടെയെങ്കിലും മെഡിക്കൽ എവിഡൻസ് ആയാലോ അതല്ലെങ്കിൽ ഐ വിറ്റ്നസ്സോ ഇതൊക്കെ. ഈ കോൺസ്പിറസിക്ക് അങ്ങനെ വേണമെന്നില്ല. പക്ഷെ എന്നാലും കോൺസ്പിറസി നമുക്ക് ലിങ്ക് ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ ഈ കേസിൽ ഈ നടി ആക്രമിക്കപ്പെടാനുണ്ടാകുന്നൊരു സാഹചര്യം എന്താണ്? പൾസർ സുനിക്ക് അതിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്താണ്? പൾസർ സുനിക്ക് ഈ നടിയെ ആക്രമിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്താ? അത് രണ്ടും കൂടി അനലൈസ് ചെയ്യുമ്പോൾ എന്തായാലും സ്വാഭാവികമായും അതിൽ വേറൊരു റൂട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രിസ്യൂം ചെയ്യാം. മുഖ്യമന്ത്രി അങ്ങനെ അതിനെ കാണേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി അതിലേക്ക് അങ്ങനെ കണ്ടിട്ട് ആരെങ്കിലും കൊടുക്കുന്നൊരു ഉപദേശത്തിനനുസരിച്ച് ഇതിനകത്ത് ഇനി കൂടുതൽ ആളില്ല അല്ലെങ്കിൽ ഒരു സമീപനമായിരുന്നു ആളുകളെ ചെയ്യേണ്ട ആള് മുഖ്യമന്ത്രിയല്ല. അതൊക്കെ പോലീസ് പറയാം, അതൊക്കെ മുഖ്യമന്ത്രി ചെയ്യേണ്ടതാണ്. രഞ്ജൻ പ്രമോദ് സംവിധായകൻ നമ്മോടൊപ്പം ഉണ്ട്. രഞ്ജൻ പ്രമോദ്, മലയാളത്തിലെ ഒരു സൂപ്പർ താരം സ്വന്തം സഹപ്രവർത്തകയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചവർക്കെല്ലാം ഇനി മാറ്റി പറയേണ്ടി വരും. ഈ സാഹചര്യത്തെ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് എല്ലാ സിനിമാ പ്രവർത്തകരെയും പോലെ തന്നെ ഞാനും അത് വളരെ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. സത്യത്തിൽ അതിലൊരു ഷോക്കിലാണ് ഇരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപ്രതീക്ഷിതമായിരുന്നോ? ഒരിക്കലെങ്കിലും താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? ദിലീപുമായി ബന്ധപ്പെട്ട ഒരുപാട് ഊഹാപോഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പോലീസ് തന്നെ നൽകിയിട്ടുള്ള അദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. അപ്പോൾ ദിലീപ് അതിലേക്ക് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചതേ ഇല്ല എന്നാണോ? അങ്ങനെയല്ല, അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് ഞാൻ എത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു കലാകാരന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്ന്, കാരണം കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കലാകാരനാണല്ലോ. അപ്പൊ അങ്ങനെ ഒരാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരാളൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഷോക്കിംഗ് റെവലേഷൻ ആണ്. അപ്പൊ ആർട്ടിസ്റ്റുകളുടെ ഒരു അപ്രമാദിത്വമുള്ള മേഖലയാണല്ലോ ഈ സിനിമാ മേഖല. അവിടെ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ കലാകാരനാണ് എന്നതുകൊണ്ട് അവരാരും അത്തരം ഉചിതമല്ലാത്ത സമീപനത്തിലേക്ക് പോവില്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു?
ഞാൻ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡുള്ള ഒരാൾ, ഒരു കലാകാരനായിട്ടുള്ള ഒരാൾ അത്തരത്തിൽ ഒന്നും അവർ ചിന്തിക്കേണ്ടതില്ല. കാര്യം അതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം. ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള വലിയ മേഖല ഉണ്ടല്ലോ. അല്ലാതെ ഒരു ക്രൈം ചെയ്യാൻ പാകത്തിനുള്ള ഒരു തരത്തിൽ ഒരു ക്രൈം സാധാരണ ഉണ്ടാകുന്നത് വളരെ ദുഷ്കരമായ ജീവിതം അങ്ങനത്തെ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ആണല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രൈമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ഫ്ലറിഷിംഗ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു അത്രയും വലിയൊരു താരം അങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഇപ്പൊ ദിലീപ് ഏതായാലും ഈ കേസിൽ പിടിക്കപ്പെട്ടു, അദ്ദേഹം പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അത് ദിലീപിന്റെ കാര്യം, ദിലീപിനെ പോലീസ് പിടിച്ചു, ദിലീപിന്റെ നടപടികൾ പുരോഗമിക്കട്ടെ എന്നതായിരിക്കുമോ, ഒരു ഡിറ്റാച്ച്ഡായ സമീപനമായിരിക്കുമോ പൊതുവെ മലയാള സിനിമ സ്വീകരിക്കാൻ പോവുക? അതോ മാതൃകാപരമായ സമൂഹത്തിനാകെ തന്നെ സന്ദേശം നൽകാൻ കഴിയും വിധത്തിലുള്ള ഒരു ഉന്നതമായ നിലപാട് സ്വീകരിച്ചു പോകും എന്ന് കാലികമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിന്റെ അകത്ത് അയാൾ കുറ്റക്കാരനാണെന്ന് 100% ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ അത് അയാൾക്ക് അത് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്നൊരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതാണ്. നന്ദി ശ്രീ രഞ്ജൻ പ്രമോദ്, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. വേഗം ഇതിലേക്ക് വരാം, ഒരു ഇടവേള കൂടി. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത, ഈ രാത്രിയിലെ വാർത്ത, നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പ്രധാന പ്രതിയെന്ന് കണ്ട് പോലീസ് പിടികൂടിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ പ്രാമുഖ്യ പങ്കാളിത്തമുണ്ട് എന്ന് പോലീസിന് മനസ്സിലായിരിക്കുകയാണ്. അതിനാവശ്യമായ തെളിവുകൾ, അറസ്റ്റിനാവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ലിജോ വർഗീസ് വീണ്ടും ചേരുന്നു ആലുവ പോലീസ് ക്ലബിന് മുൻപിൽ നിന്ന്. ലിജോ, ഇന്ന് ഹാജരാക്കുന്നുണ്ടോ ദിലീപിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ, അതോ അത് നാളത്തേക്ക് മാറ്റിയോ? ഇപ്പോഴെന്താണ് പോലീസ് ക്ലബിൽ നടക്കുന്നത്? നാദിർഷയെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കസ്റ്റഡിയിലില്ല എന്നാണ് DGP പറയുന്നത്. അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും അതേക്കുറിച്ച് പറയാൻ തയ്യാറായതുമില്ല. അക്കാര്യത്തിൽ പോലീസ് എന്തെങ്കിലും രഹസ്യമായി ചെയ്യുന്നുണ്ടോ? നിഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലെ സാഹചര്യത്തിൽ ആലുവ പോലീസ് ക്ലബിന് മുൻപിൽ ചെറിയ തോതിലെങ്കിലും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആളുകൾ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ദിലീപിനെ ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെത്തിച്ച് ഒരുപക്ഷെ പോലീസ് കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഉണ്ടാവുക. എന്നാൽ ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ പ്രശ്നം വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട്. ദിലീപിനെതിരെ വലിയ രീതിയിൽ ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് ഒരുപക്ഷെ നാളെ രാവിലത്തേക്ക്
ആയിരിക്കാം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപിനെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നാദിർ ഷാ ഈ എറണാകുളം ജില്ലയിൽ തന്നെ പോലീസിൻ്റെ കയ്യിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാദിർ ഷായെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യം അത്തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവ പോലീസ് ക്ലബിന് മുമ്പിൽ ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ചുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. DYFI, യൂത്ത് കോൺഗ്രസ്, AIOF, അതുപോലെ തന്നെ ഉള്ള BJP അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ആലുവയിലും ആലുവക്കാർക്കിടയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതായത് ദിലീപിനെതിരെയുള്ള ഒരു പ്രതിഷേധം വ്യാപകമാണ്. മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പോലീസിനും ജയ് വിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന സെക്ഷൻ 120B ആണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇക്കാര്യത്തിൽ മറ്റ് പ്രതികൾ, പ്രത്യേകിച്ച് നാദിർ ഷായെ കഴിഞ്ഞ ദിവസം ദിലീപിനൊപ്പം ചോദ്യം ചെയ്തിരുന്നു. അതും ഒരുപോലെ തന്നെ 13.5 മണിക്കൂറോളം ദിലീപിനെയും നാദിർ ഷായെയും അന്ന് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. ആനത്തലവട്ടം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ തുടർന്നു. ശ്രീ ആനത്തലവട്ടം, ഇതിൽ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, വിരമിച്ചതിന്റെ പിറ്റേന്നോ അതിന് പിറ്റേന്നോ TP സെൻകുമാർ എന്ന സംസ്ഥാന പോലീസ് മേധാവി വിരമിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ദിലീപിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ, അദ്ദേഹത്തെ ഈ കുറ്റത്തിലേക്ക്, ഈ ക്രൈം സീനിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ പോലീസിന് ഇനിയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് കേവലമായ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നതാണ്. പക്ഷേ ആ വാദഗതിയെ അപ്രസക്തമാക്കിക്കൊണ്ട് പോലീസ് ഇപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനാവശ്യമായ തെളിവുണ്ട് എന്ന് DGP പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ TP സെൻകുമാർ പോലും ഈ വിഷയത്തിൽ ചില സവിശേഷ താല്പര്യത്തോടെ ഇതിനെ വഴിതിരിച്ചു വിടാനോ പോലീസിന്റെ വിശ്വാസ്യതയെ അപകടപ്പെടുത്താനോ ശ്രമിച്ചു. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഈ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് വന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ പ്രമാണിമാരായ ചില സിനിമാ നടന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് കണ്ടെത്തിക്കുന്നത് പോലീസിൻ്റെ അന്നു മുതലുള്ള അന്വേഷണത്തിൻ്റെ പരിണിത ഫലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഒരു സുപ്രഭാതത്തിൽ കണ്ടെത്തിയായിരിക്കില്ല. അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഈ പൾസർ സുനി എന്ന് പറഞ്ഞവൻ അവൻ കൂലിക്ക് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇയാളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. ആരാണെന്ന് മാത്രമേ ആൾക്ക് മനസ്സിലാകാതിരുന്നുള്ളൂ. അതാണ് പോലീസ് കണ്ടെത്തിയത്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്, പൾസർ സുനിയെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. അതിപ്പോൾ കണ്ടെത്തുന്നതിന് 2 മാസം അവർ സമയമെടുത്തിട്ടുണ്ട്. എല്ലാ പരിശോധനയും നടത്തി ആവശ്യമായ തെളിവുകൾ അവർക്ക് കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതല്ലെങ്കിൽ ഇതുപോലത്തെ നടനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവില്ല. പോലീസ് അവസാനം അതിനെ കുറ്റം വെക്കേണ്ടി വരും. എങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി പറയേണ്ടി വരും. അതെല്ലാം എല്ലാ തെളിവുകളും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇയാൾ മാത്രമേ ഉള്ളൂ. ഈ പൾസർ സുനി ഇതുപോലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് വേണ്ടി വേറെ പലരുടെയും വക്കാലത്തും എടുത്തിട്ടുണ്ടോ, അതുമെല്ലാം കണ്ടെത്തേണ്ടതാണ്. നല്ല പ്രവണതയല്ല ഇത്. കാശുള്ളവർക്ക് ആരെ കൊണ്ടും എന്തും ചെയ്യിക്കാം. പണ്ട് കാലത്ത് ഇതൊക്കെ നടക്കുമായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഇതിനൊരു വിരാമം ഇടേണ്ടതുണ്ട്. അതിൽ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം കണ്ടെത്താനുള്ള പരിശ്രമം പോലീസ് നടത്തുമെന്നുള്ളതാണ് ഈ സംഭവങ്ങളുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശ്രീ ആനത്തലവട്ടം, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വളരെ പ്രമുഖനായ ഒരാളെ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ വലിയ തോതിലുള്ള പ്രശംസ സർക്കാരിന് അക്കാര്യത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യമെങ്ങാനും സർക്കാരിന് കിട്ടിപ്പോയേക്കുമോ എന്ന ഭയം കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പഴയ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം, അമ്മ യോഗത്തിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ഈ ബഹളം, അതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ശോഭ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് രാഷ്ട്രീയമാണ്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും മറ്റുള്ള ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു രാഷ്ട്രീയമാണ്. അതവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടക്കുന്ന എല്ലാ സംഭവങ്ങളിലെയും പ്രതികളെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു. ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല കാര്യത്തിൽ.
അതാണ് ഗവൺമെൻറ് ജനങ്ങൾ ഇക്കാര്യത്തിൽ കാണുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയായിട്ട് കടമയായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ നടന്നോട്ടെ ഒരു വശത്ത്. പക്ഷേ ജനങ്ങൾ ഇക്കാര്യത്തിലൊക്കെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുമെന്നുള്ളത് ആ ആശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സുരേഷ് ബാബു, ഈ കേസിൽ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ സങ്കീർണതകൾ അവസാനിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആശ്വാസദായകമായ ഒരു അന്തിമ തീർപ്പുണ്ടായി കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതൊക്കെ മാറി മറിയാനുള്ള സാഹചര്യം മുൻപിലുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് തുടക്കം മുതലേ പരസ്യമായും കുറേ രഹസ്യമായും ഒക്കെ ദിലീപിൻ്റെ പേര് ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഇതെത്തിയത്. അങ്ങനെ പരസ്യമായി വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനകത്ത് ഗൂഢാലോചനയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തായ രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങൾക്കും ഇതിനെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ജനങ്ങൾക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടായിരുന്നു, ഒരു സന്ദേശം കൊടുത്തിരുന്നു പോലീസിന് എന്ന നിലയ്ക്ക് വേണ്ടി വന്നത്. പോലീസ് ഫൈൻഡിംഗ് ഉണ്ടാവുന്നവരെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. അത് ഒരിക്കലും പാടില്ല. അതൊരു തന്ത്രം പ്രയോഗിക്കുകയാണെന്നുള്ള നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. തന്ത്രം പോലീസിന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ പല പോലീസ് തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവിടെയാണ് അത് സംശയം വരുന്നത്. ആ സംശയം ഓരോ ഘട്ടത്തിലും ആവർത്തിക്കുന്നു. ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വെറും ഗവൺമെന്റിനെ ചീത്തയാക്കാനല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇനിയും അപഭ്രംശം പാടില്ല എന്നുള്ളൊരു താക്കീതായിട്ടാണ് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നെഗറ്റീവായി കാണണ്ട, പോസിറ്റീവായി കാണാൻ ശ്രമിച്ചാൽ മതി ഈ വിമർശനത്തെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണല്ലോ, സങ്കീർണത ബാക്കി നിൽക്കുന്നത് എന്താണെന്ന് തോന്നുന്നുണ്ട്? ഇവിടെ ഇപ്പം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഇതിൽ സ്റ്റേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. പക്ഷെ അവർ ഈ കേസിൽ നമ്മൾ പൊതുവെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു അഗ്രസീവായ സമീപനം എടുക്കുന്നില്ല. മറിച്ച് പ്രതി മാത്രമേ ആക്കപ്പെട്ടിട്ടുള്ളൂ, അയാൾ ഇനിയും മാറ്റപ്പെട്ടേക്കാം, ചിലപ്പോൾ അയാളുടെ നിരപരാധിത്വം തെളിഞ്ഞേക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വഴിയിലൂടെ അയാൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയേക്കാം എന്നൊക്കെയുള്ള സംശയം അവർ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ പറയുന്നതിൽ യുക്തിയുണ്ട്. ആ യുക്തിയുടെ പോസിബിലിറ്റി എത്രത്തോളമാണ്? അല്ല, ആ യുക്തി അല്ലല്ലോ അവർ പറയേണ്ടത്. ദാറ്റ് ഈസ് ദ ജനറൽ ബിഹേവിയർ ഓഫ് ദ ജൂറിസ്പ്രൂഡൻസ്. അത് പറയാൻ അവർ വേണ്ട. ഇങ്ങനെയൊരു സംവിധാനം അവർ സ്വയം ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെയാണ്, ഇത് അല്ലെങ്കിൽ ഒരു പൊതു കാഴ്ചപ്പാടാണെന്നല്ല അവർ പറയേണ്ടത്. അവർ അഗ്രസീവായി നിൽക്കുകയാണ് വേണ്ടത് അവരുടെ സഹോദരിക്ക് വേണ്ടി. അത് കാണുന്നില്ല. അവിടെയാണ് ദുരൂഹത നമുക്ക് തോന്നുന്നത്. സ്വന്തം സഹോദരിക്ക് വേണ്ടിയുള്ള ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവിന് ആവേശത്തോടു കൂടി സംസാരിക്കുന്നത് കാണാത്തതിലുള്ള ദുഃഖം എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നിലപാടെടുക്കുക എന്ന് വെച്ചാൽ അങ്ങേയറ്റം ചങ്കൂറ്റം വേണം. കാരണം നാളെ അയാൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നവർക്ക് അവിടെ ആ കാര്യത്തിൽ വർത്തമാനം പറയാൻ കഴിയൂ. ഈ പ്രശ്നം ഇവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് വിമർശിക്കുന്നവരുണ്ട്. അതിപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷവും ആ ഭീതി ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെ കാണണ്ടേ? അങ്ങനെയല്ലേ കാണാൻ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ എന്തിനായി വിമൻ സിനിമ കളക്റ്റീവ് ഉണ്ടാക്കിയത് തന്നെ? അവർ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതിനകത്ത് കിടക്ക പങ്കിടുന്നൊക്കെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാനത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും തയ്യാറാകുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരാളെ പ്രതിപ്പട്ടികയിൽ ഇത്രയും പരിശ്രമിച്ചിട്ട് തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് കൊണ്ടുവന്നെത്തിയെത്തിയിട്ട് പോലും ഒരു ആത്മരോഷം പ്രകടിപ്പിക്കാതിരിക്കുന്നത് കാണുമ്പോൾ എന്തെന്നാണ് അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുക? എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അതാണ് ആ ആശങ്ക താങ്കൾ പങ്കുവെക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സമയപരിമിതിയുടെ പ്രശ്നം താങ്കൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്.